ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്നാനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 12 അധ്യായം 21 വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നല്ലത് എപ്പോഴും വിജയിക്കുന്നു, സത്യം മാത്രം ജയിക്കുന്നു. സത്യസന്ധത എപ്പോഴും വളരും, തിന്മയും അസത്യവും പരാജയപ്പെടും. മനുഷ്യൻ തന്റെ ജീവിതത്തിലുടനീളം പാപത്തോടും തിന്മയോടും ലോകത്തോടും സാത്താനോടും പോരാടേണ്ടതുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമുക്ക് പോരാട്ടമുണ്ടാകും. തന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ നല്ല പോരാട്ടം പോരാടി. എന്റെ ഉള്ളിൽ 2 നിയമങ്ങൾ പ്രവർത്തിക്കുന്നതായി ഞാൻ കാണുന്നു. ആത്മാവിന്റെ നിയമം, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആന്തരിക മനുഷ്യൻ. എന്റെ ആത്മാവിന്റെ നിയമത്തിനെതിരെ പോരാടുന്ന എന്റെ ജഡത്തിലെ മറ്റൊരു നിയമം. ഈ യുദ്ധങ്ങളിൽ നമ്മൾ എങ്ങനെ വിജയിക്കും? തിന്മയെ കൊണ്ട് നന്മയെ ജയിക്കുക എന്നതാണ് പൗലോസ് നമുക്ക് നൽകുന്ന ഉപദേശം. തിന്മയ്ക്കൊരു ശക്തിയുണ്ട്, അതേസമയം നന്മയ്ക്ക് വലിയ ശക്തിയുണ്ട്. എല്ലാ ദുഷ്ടശക്തികളും വരുന്നത് കള്ളനായ സാത്താനിൽ നിന്നാണ്. എന്നാൽ എല്ലാ നല്ല ദാനവും എല്ലാ പൂർണ്ണമായ വരങ്ങളും മുകളിൽ നിന്നാണ് വരുന്നത്. പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് അത് ഇറങ്ങി വരുന്നു. ജഡമോഹവും ജീവനത്തിൻ പ്രതാപവും ലോകത്തിന്റെ അശ്ലീലതയും എല്ലാം തിന്മയുടെ ശക്തിയുമായി ഒത്തുചേരുന്നു. ഇവയെല്ലാം നമ്മെ ക്രിസ്തുവിന്റെ പാതയിൽ നിന്ന് അകറ്റുന്നു, ജഡീക സുഖങ്ങൾ കാണിച്ച് നമ്മെ വ്യതിചലിപ്പിക്കുന്നു, ആത്യന്തികമായി നമ്മെ നരകത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും തിന്മയെ വെറുക്കുകയും നന്മ ചെയ്യാൻ പഠിക്കുകയും വേണം. തിന്മയെ ഒരിക്കലും തിന്മ കൊണ്ട് ജയിക്കാനാവില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ പരിഗണിക്കുക. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുക, നിങ്ങളെ നിന്ദ്യമായി ഉപയോഗിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ വലത്തെ കവളിൽ അടിക്കുന്നവന് മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ കഴിയൂ. കർത്താവായ യേശുവിന്റെ ഭൗമിക ശുശ്രൂഷയിൽ എല്ലാ ദുഷ്ടശക്തികളും അവനെതിരെ യുദ്ധം ചെയ്തു. എല്ലാ പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും അവനെതിരെ എഴുന്നേറ്റു. എന്നാൽ യേശു നന്മ ചെയ്തുകൊണ്ട് ചുറ്റി നടന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി അവൻ കുഷ്ഠരോഗികളെ ശുദ്ധീകരിച്ചു. അവൻ രോഗികളെ സുഖപ്പെടുത്തി. അവൻ എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ട് ചുറ്റി നടന്നു. ഇന്ന് ക്രൂരന്മാരും ദുഷ്പ്രവർത്തിക്കാരും നിങ്ങളുടെ ദൃഷ്ടിയിൽ ശക്തരായേക്കാം. എന്നാൽ അവയെല്ലാം നശിപ്പിക്കപ്പെടുകയും വളരെ വേഗം അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുന്നവരായി കാണപ്പെടും. ദൈവമക്കളെ, കർത്താവ് നല്ലവനാണെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങൾ എപ്പോഴും നന്മ ചെയ്യണം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. അപ്പോൾ ഒരു പർവ്വതം പോലെ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന എല്ലാ തിന്മയും മഞ്ഞുപോലെ ഉരുകിപ്പോകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഫിലിപ്പിയർ 4 അധ്യായം 8 വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഹബക്കൂക്ക് 1, 2, 3 അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 15 അധ്യായം. ആമേൻ.